ആനയുമായുള്ള വാഹനം കോടനാട്ടിലേക്ക് പുറപ്പെട്ടു എന്നാണ് മനസ്സിലാക്കുന്നത്. തിയോഫിൻ വിവരങ്ങളുമായി ചേർന്നുണ്ട്. തിയോഫിൻ, ഡോക്ടർ അരുൺ സക്കറിയുടെ പ്രതികരണം ലഭിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹം എന്താണ് വ്യക്തമാക്കിയത്? തിയോഫിൻ, കേൾക്കാമോ? ആര്യ, ഇപ്പോൾ ആനയുമായി ലോറി ഇവിടെ നിന്ന് പുറപ്പെട്ടിരിക്കുന്നു. കാടിനുള്ളിലുള്ള വഴിയിലൂടെ കോടനാടേക്ക് കൊണ്ടുപോകാനാണ് തീരുമാനം. അത്തരത്തിൽ ഈ ആനയെ ലോറിയിലേക്ക് കയറ്റിയ ഭാഗത്തുനിന്ന് ലോറി പുറത്തേക്ക് താഴേക്ക് ഇറങ്ങി ഒരു 200 മീറ്ററോളം താഴെ റോഡുണ്ട്. ആ റോഡിലൂടെ ആനയെ കൊണ്ടുപോയി കഴിഞ്ഞു. ആന പുറത്തേക്ക് പോയിരിക്കുകയാണ്. ആനയെ ഇപ്പോൾ കോടനാടേക്ക് കൊണ്ടുപോയിരിക്കുന്നു. ഇവിടെ നിന്ന് ലോറി പുറപ്പെട്ടിട്ടുണ്ട്. ഈ ദൗത്യത്തിൻ്റെ ആദ്യഘട്ടം, അതിരപ്പള്ളി ഭാഗത്തെ ഘട്ടം ദൗത്യം പൂർത്തിയായിരിക്കുന്നു. ഇവിടെ നിന്ന് ഇനി കോടനാട് അഭയാരണ്യത്തിലെ കൂട്ടിലേക്കാണ് എത്തിക്കുക. അവിടെ തയ്യാറാക്കിയ ആനയെ ചികിത്സിക്കുന്നതിന് വേണ്ടി അവിടെ തയ്യാറാക്കിയ കൂടുണ്ട്. ആ കൂട്ടിൽ ഇനി ആനയെ എത്തിച്ച ശേഷം ഈ ലോറി അവിടെ എത്തി ആനയെ കൂട്ടിലാക്കിയ ശേഷം ആനയെ ചികിത്സിക്കും. അവിടെ നിന്ന് ചികിത്സ നൽകാനുള്ള തീരുമാനമാണ്. ഈ ദൗത്യത്തിൻ്റെ 3 ഘട്ടം, അതായത് ഇവിടെ നിന്ന് ആനയെ സുരക്ഷിതമായ ആനയെ ലോറിയിൽ കയറ്റുക, മയക്കുവെടി വെച്ച് ആനയെ പിടിച്ച ശേഷം ലോറിയിൽ കയറ്റുക, അതിനുശേഷം ആനയെ ഈ ലോറിയിൽ ഈ വനത്തിനുള്ളിലൂടെയുള്ള റോഡ് മാർഗം ആനയെ കോടനാട് എത്തിക്കുക. കോടനാട് എത്തിച്ച ശേഷം അവിടെ തയ്യാറാക്കിയിട്ടുള്ള സജ്ജമാക്കിയിട്ടുള്ള കൂട്ടിൽ ഇറക്കി ആ കൂട്ടിൽ ആനയെ നിർത്തിയ ശേഷം ആനയ്ക്ക് മരുന്ന് നൽകുക. ഈ ആൻറ്റിബയോട്ടിക് ഉൾപ്പെടെ, അതായത് മുറിവ് വൃത്തിയാക്കിയ ശേഷമാണ് ഈ മരുന്ന് നൽകുക. ആൻറ്റിബയോട്ടിക് ഉൾപ്പെടെ നൽകിയ ശേഷം ദിവസേന ആനയെ നിരീക്ഷണത്തിൽ നിർത്തിക്കൊണ്ട് തന്നെ മുറിവ് ഭേദമായ ശേഷമാകും ആനയെ ഇനി കാട്ടിലേക്ക് തുറന്നു വിടുക. അതാണ് ദൗത്യത്തിൻ്റെ അടുത്ത ഘട്ടം. അതിനായുള്ള ഒരു നീക്കത്തിലാണ്. ആ ശ്രമത്തിൻ്റെ അതിരപ്പള്ളിയിൽ നടത്തേണ്ട ഘട്ടം പൂർത്തിയായി. ഇവിടെ നിന്ന് ആനയെ മയക്കുവെടി വെച്ച് വളരെ സുരക്ഷിതമായി തന്നെ ലോറിയിൽ കയറ്റി. ഇടയ്ക്ക് ചില റിസ്ക് ഉണ്ടാക്കുന്ന ചില സാഹചര്യങ്ങളുണ്ടായിരുന്നു. കാരണം ആന മയങ്ങി വീണപ്പോൾ കാരണം ഇതിനകത്തൊരു ദുഷ്കരമായ ദൗത്യമായിരുന്നു. ഇത് വളരെ ഒരു അപകട സാധ്യത, റിസ്ക് ഏറെ ഉണ്ടായിരുന്നു. 70% റിസ്ക് തന്നെയാണെന്നാണ് ഡോക്ടർ നേരത്തെ പറഞ്ഞിരുന്നത്. ഇത്തരത്തിൽ ദൗത്യം പൂർത്തിയാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിരപ്പള്ളിയിലെ അതായത് ദൗത്യത്തിൻ്റെ അതിരപ്പള്ളിയിലെ ഘട്ടം കഴിഞ്ഞു. ഇവിടെ നിന്ന് ലോറിയിലായി ആനയെ സുരക്ഷിതമായി ലോറിയിൽ കയറ്റാൻ കഴിഞ്ഞു. ലോറി ഇവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. ഈ ദൗത്യത്തിൽ അത് അടുത്ത ഘട്ടം ഇനി ആനയെ ഇവിടെ എത്തിക്കുക, കോടനാട് എത്തിക്കുക. കോടനാട് എത്തിച്ച ശേഷം കൂട്ടിലാക്കി ഈ അഭയാരണ്യത്തിലെ കൂട്ടിൽ ആനയെ ഇറക്കിയ ശേഷം, കൂട്ടിൽ എത്തിച്ച ശേഷം അവിടെ നിന്ന് മരുന്ന് ചികിത്സ നൽകുക എന്നതാണ് അടുത്ത ഘട്ടം. ഇതാണ് അവിടെ നടപ്പിലാക്കേണ്ടതുള്ളത്. അങ്ങനെ 3 ഘട്ടമായി നടക്കേണ്ട ദൗത്യത്തിൻ്റെ ആദ്യഘട്ടം അതിരപ്പള്ളിയിലെ ഘട്ടം പൂർത്തിയായി കഴിഞ്ഞു. ഇവിടെ നിന്ന് ആനയെ സുരക്ഷിതമായി തന്നെ, ആന ഇടയ്ക്കൊന്ന് മയക്കുവെടി കൊണ്ട് മയങ്ങി വീണെങ്കിൽ കൂടി ആനയെ സുരക്ഷിതമായി എഴുന്നേൽപ്പിച്ച് അല്പസമയത്തിനകം തന്നെ എഴുന്നേൽപ്പിച്ച് നിശ്ചിത സമയത്തിനുള്ളിൽ തന്നെ, ഒരുപക്ഷെ 6 മണിക്ക് നിരീക്ഷണം തുടങ്ങി 9:30 ആയപ്പോഴേക്കും ഇവിടെ നിന്ന് വാഹനം പുറപ്പെട്ടു കഴിഞ്ഞു. ആര്യ, തീർച്ചയായും തിയോഫിൻ, ഈ ദൗത്യത്തിന് നേതൃത്വം നൽകിയ അരുൺ സക്കറിയ നേരത്തെ മാധ്യമങ്ങളെ കണ്ടു എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ദൗത്യവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും രീതിയിലുള്ള പ്രതികരണങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടോ? ദൗത്യം വിജയകരമാണ് എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം. കാരണം ഇവിടെ നടത്തേണ്ട കാര്യങ്ങൾ, ആന മയങ്ങി വീണെങ്കിൽ കൂടി ആനയെ എഴുന്നേൽപ്പിച്ച് ആനയെ ലോറിയിൽ കയറ്റാൻ കഴിഞ്ഞു. വിചാരിച്ച പോലെ തന്നെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ഇനി ചികിത്സയുടെ ഭാഗമാണ്. എന്തായാലും ഒരു അനുകൂലമായ രീതിയിൽ റിസ്ക് ഉണ്ടെങ്കിൽ കൂടി അത് ദൗത്യം ഒരു പക്ഷേ സക്സസ് ആണ് എന്ന രീതിയിൽ തന്നെയായിരുന്നു ഡോക്ടർ അരുൺ സക്കറിയുടെ ഭാഗത്തുനിന്നുണ്ടായ പ്രതികരണം. ആര്യ, ശരി, എന്തായാലും അതിരപ്പള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ ആനയെ കോടനാട്ടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി അവിടെ നിന്ന് വിദഗ്ധ ചികിത്സ, കൂട്ടിലിട്ട് വിദഗ്ധ ചികിത്സ നൽകുമെന്നാണ് മനസ്സിലാക്കുന്നത്. 70% പ്രതീക്ഷയില്ലെങ്കിൽ കൂടി 30% പ്രതീക്ഷ ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ആനയുടെ ആരോഗ്യം വീണ്ടെടുക്കാനുള്ള എല്ലാ സാധ്യതകളും, എല്ലാ മുൻകരുതലുകളും സ്വീകരിക്കുമെന്നും എടുക്കുമെന്നുമാണ് നേരത്തെ വനമന്ത്രി അടക്കം പ്രതികരിച്ചത്. ദൗത്യം വിജയകരമായി തന്നെ പൂർത്തിയായെന്ന് ഡോക്ടർ അരുൺ സക്കറിയയും പറഞ്ഞു. തിയോഫിനാണ് വിവരങ്ങൾ നൽകിയത്.